ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു പോർക്കിറച്ചിയാണ്. അപ്പോൾ നമുക്ക് ആ പോർക്കിറച്ചിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും പോർക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കാം. 1/4 ഭാഗം വരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നന്നായി കൂട്ടി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി കുക്കറിലിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ പോർക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കേണ്ട കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ ചേർക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് ഇടേണ്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ച പോർക്കായിരുന്നു. അപ്പോൾ അതാ ഇത്രയും വെള്ളമുണ്ട് നമുക്ക്. ഇനി നമുക്ക് കറി ഒന്ന് വരട്ടിയെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറം ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ നിറമായി വന്നടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് അത് നമുക്ക് വേവിച്ച് എടുക്കണം, മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അല്പനേരം ആ ഗ്രേവിയിൽ തന്നെ കിടന്ന് വേവട്ടെ. ഇതിൻ്റെ മുകളിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റുള്ള ഒരു പോർക്കിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.